Hello everyone, my name is Lakshmi Menon. Welcome to channel SD's Freaky Chakra. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ പടത്തിന് പോയത്. 1 because I'm a huge മമ്മൂക്ക ഫാൻ. 2 because it's a രഞ്ജിത്തേട്ടൻസ് മൂവി. അപ്പം മമ്മൂക്ക നായകനായി എത്തി രഞ്ജിത്തേട്ടൻ സംവിധാനം ചെയ്ത ഒരു പടം എന്ന് പറയുമ്പോൾ പുത്തൻപണമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഡിമോണിറ്റൈസേഷൻ എന്നുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പടത്തിന് സത്യം പറഞ്ഞാൽ പുത്തൻപണം എന്നുള്ള പേരിനേക്കാൾ കൂടുതൽ പുത്തൻ തോക്ക് എന്നുള്ള പേരിടായിരുന്നു കുറച്ചും കൂടി അനുയോജ്യം എന്ന് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ നല്ല പേസിൽ തന്നെ പോയത്, നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു, നല്ല സോങ് ആയിരുന്നു, നല്ല സോങ്ങുകൾ, ആ ഒരു നല്ല പാട്ടിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പടം. പോലീസ് സ്റ്റേഷൻ സീൻസ് എല്ലാം കിടുക്കി എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട് നിരോധനം എന്നുള്ള ശക്തമായ അല്ലെങ്കിൽ സമകാലീന വിഷയം രഞ്ജിത്തേട്ടൻ തന്നെ സിനിമയിലൂടെ എങ്ങനെ അവതരിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നീട് അത് ഡിപ്രഷനായി മാറി. കാസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക നിത്യാനന്ദ ഷെണയായിട്ട്, കാസർഗോട്ടുകാരൻ നിത്യാനന്ദ ഷെണയായിട്ട് കസറി. നോട്ട് നിരോധനം മൂലം ഒരു കുടുക്കിൽ ചെന്നപ്പെടുകയും ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവുകയും ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് തോക്കിൽ നിന്ന് വെടിപൊട്ടുകയും ആ തോക്ക് ഒരു കുട്ടിയുടെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയെ വരെ മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ദാവൂദിനെ വരെ നേരിട്ടറിയുന്ന നിത്യാനന്ദ ഷെണായി പക്ഷെ മനസ്സിൽ നന്മയുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ കുട്ടിയെ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ ഈ തോക്ക് വാങ്ങുന്നില്ല. വളരെ ലോലഹൃദയനാണ് ഇക്ക. പെട്ടെന്നൊന്നും അങ്ങനെ പടം അവസാനിപ്പിക്കുന്നില്ല. അവിടെ പടം തുടങ്ങി ഏകദേശം 20 മിനിറ്റ് ശേഷമാണ് സ്ക്രീനിൽ മമ്മൂക്ക അല്ലെങ്കിൽ നിത്യാനന്ദ ഷെണയായിട്ട് എത്തുന്നത്. കാസർഗോഡുകാരൻ ഭാഷയും ആ പുള്ളിയുടെ മാനറിസങ്ങളും കണ്ടിരിക്കാൻ തന്നെ ബഹുരസമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാസർഗോഡ് ഭാഷ എനിക്ക് ഫോളോ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് പല കാര്യങ്ങളും പിടികിട്ടിയില്ല. പക്ഷേ ഇത്രയധികം മലയാളത്തിൽ ഇത്രയധികം വോയിസ് മോഡുലേഷൻ ഉള്ള ഒരു നടൻ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുത്തു എന്നുള്ള ആ ഒരു കൊച്ചു പയ്യൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് ചില സമയത്ത് ചില സീൻസ് കാണുമ്പോൾ തോന്നും ഈ കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ലേശം ഓവറാണോ എന്ന് നമുക്ക് തോന്നും. പിന്നെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോളനിയിൽ ഒരു അച്ഛനില്ലാതെ അങ്ങനെ സഹായത്തിന് ആരും ഇല്ലാതെ പരിഹാസവും ഒക്കെ അങ്ങനെ കേട്ട് വളർന്ന ഒരു കുട്ടി ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും യഥാർത്ഥ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും പെരുമാറുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ബൈജുവിൻ്റെ ക്യാരക്ടറാണ്. തിരുവനന്തപുരത്തുകാരൻ കുഞ്ഞപ്പനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം വില്ലനിസവും കോമഡിയും എന്താ പറയുക നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ തിളങ്ങി നിന്നു എന്ന് തന്നെ പറയാം. ഇത് പറയാനുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ സായികുമാർ ഉണ്ടായിരുന്നു, സിദ്ദിഖ് ഉണ്ടായിരുന്നു, ആനന്ദം ഫെയിം കുപ്പി ഉണ്ടായിരുന്നു, ഗണപതി ഉണ്ടായിരുന്നു, ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു, ഹരീഷൻ ടീം ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ ഒരു ഓൺട്രാഷ് ആയിട്ട് അവരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. DOP കുറിച്ച് പറയുകയാണെങ്കിൽ ഓംപ്രകാശിൻ്റെ DOP വളരെ മികച്ചതായിരുന്നു. മനോജിൻ്റെ എഡിറ്റിംഗ് നല്ലതായിരുന്നു. ഷാൻ റഹ്മാൻ്റെ സോങ്സ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ആദ്യത്തെ സോങ് വളരെ നല്ലതായിരുന്നു. അച്ചു രാജമണിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ എടുത്തു പറയേണ്ട ഒരു സംഗതിയായിരുന്നു കേട്ടോ. വളരെ രസമായിരുന്നു അതൊക്കെ കേട്ടിരിക്കാനായിട്ട്. എനിക്ക് ഈ പടത്തിൽ ശരിക്കും നെഗറ്റീവായിട്ട് തോന്നിയത് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലത്തെ ആ ഒരു സോങ് അത് കുറച്ച് കല്ലുകടിയായിട്ട് തോന്നി. പിന്നെ കുറേ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സിനെ കുത്തി നിറച്ച പോലെ കുറേ ക്ലീഷേഡ് സീൻസും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് വിശ്വാസവും സ്നേഹവുമുള്ള ഒരു ബ്രാൻഡാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആ ബ്രാൻഡിൽ എന്താ പറയുക, ബ്രാൻഡിൽ നിന്ന് ലഭിക്കുന്ന പ്രോഡക്ട്സ് കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയിലേക്ക് സാധനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ക്വാളിറ്റി കുറയുന്ന പോലെയാണ് അവസ്ഥ. ഇപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠനെ, മംഗലശ്ശേരി കാർത്തികേയനെ, നന്ദനത്തിലത്തെ ബാലാമണിയൊക്കെ തന്ന പോലെ അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ നരസിംഹം, വല്യേട്ടൻ, നന്ദനം, ഇന്ത്യൻ റുപ്പി അങ്ങനത്തെ വലിയ വലിയ സിനിമകൾ മലയാളിക്ക് ലഭിച്ച ആ ഒരു രഞ്ജിത്തേട്ടനെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മൂപ്പർ എന്ന് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫാൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുത്തൻപണം എന്നുള്ള സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാഞ്ചേട്ടൻ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇക്കയുടെ ലോഹമായിരിക്കും കിട്ടുക. ശരാശരിയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ശരാശരിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഉള്ള ഒരു ഹാഫ് ബേക്ക്ഡ് മൂവിയാണ് പുത്തൻപണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പുത്തൻപണം. കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. വാട്ട് ആർ യുവർ തോട്ട്സ്, വാട്ട് ആർ യു തിങ്ക്, ലെറ്റ് മീ നോ. ദിസ് ഈസ് മീ ലക്ഷ്മി മേനോൻ. സ്റ്റേ ഓസം.